بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ അഖീദ പഠനം തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അഖീദയിൽ നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നൂനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ പൂർണ്ണമായ പേര് അല്ലെങ്കിൽ ശരിക്കുള്ള പേര് നമുക്കറിയാവുന്നതുപോലെ അൽ കാഫിയത്തു ഷാഫിയ ഫിൽ ഇൻതിസാരി ലിൽ ഫിർഖത്തിൻ നാജിയ. യഥാർത്ഥ അഹ്ലുസുന്ന അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെട്ട കക്ഷി, ദുനിയാവിൽ ബിദ്അത്തുകളിൽ നിന്നും ഷർറുകളിൽ നിന്നും രക്ഷപ്പെട്ട് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന രക്ഷയുടെ കക്ഷി, അവരെ പിന്തുണച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് പരിപൂർണവും തികഞ്ഞ ഒരു അഖീദ വിവരണമാണ് വാസ്തവത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിലൂടെ സമർപ്പിക്കുന്നത്. നമുക്കറിയാം, അഖീദ ദീനിൻ്റെ അടിത്തറയാണ്. അഖീദ ശരിയായിട്ടില്ലെങ്കിൽ കർമ്മങ്ങൾ നിഷ്ഫലമാണ്. എത്ര തന്നെ ത്യാഗപൂർണമാണെങ്കിലും, സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണെങ്കിലും, ശരിയായ അഖീദയല്ലാത്ത അഥവാ അഖീദയുടെ അടിസ്ഥാനത്തിലല്ലാത്ത കർമ്മങ്ങൾ അത് നിഷ്ഫലമാണ് എന്ന് ഖുർആൻ പല ആയത്തുകളിലൂടെ, പല ഉപമകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആ വിഷയത്തിൽ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഒരു പ്രത്യേക അജണ്ടയാണ് ഗ്രന്ഥരചനയിലാണെങ്കിലും ഉത്ബോധനങ്ങളിലാണെങ്കിലും ദർസുകളാണെങ്കിലും ഒക്കെ അഖീദക്കുള്ള വർദ്ധിച്ച പ്രാധാന്യം. ജുസ്ഇയായ മറ്റ് മസ്അലകളെക്കാൾ കാര്യമായി ശ്രദ്ധിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ അഖീദയാണ്, വിശ്വാസ ആദർശങ്ങളാണ്. നമ്മൾ ഇബ്നുൽ ഖയ്യിമിൻ്റെ നൂനിയ എന്ന ഗ്രന്ഥം പഠനവിധേയമാക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ പലതും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞ വാക്കുകൾ: ذكر فيه المؤلف رحمه الله عقيدة أهل السنة. അഹ്ലുസുന്നയുടെ അഖീദ പറയുകയാണ് ഗ്രന്ഥകാരൻ. ഫീ നദ്മിൻ റഖീഖിൻ വശയ്യിഖ്, ലോലമായ സരളമായ പദ്യങ്ങളിലൂടെ, ആകർഷകമായ വരികളിലൂടെ. ഫഹിയ ഖസീദത്തുൻ മുഹിമ്മ യംബഗി ഹിഫ്ളുഹ, മനഃപ്പാഠമാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പദ്യസമാഹാരമാണതെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഹിയ ഫിൽ ഹഖീഖത്തി കൻസുൻ സമീൻ, വിലപിടിച്ച ഒരു കൻസാണ്, നിധിയാണത്. അപ്പോൾ ആ ഒരു ഗ്രന്ഥമാണ് നമ്മൾ പരസ്പരം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടും നല്ല പ്രാർത്ഥനയോടും കൂടി നമ്മളത് ശ്രദ്ധിക്കണം. അള്ളാഹു ശരിയായ രൂപത്തിൽ, അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ പഠനവും അതേപോലെ ഇതിൻ്റെ ക്ലാസ്സുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗ്രന്ഥത്തിലേക്ക്, അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ എഴുതിയ അതിൻ്റെ മുഖദ്ദിമത്തുൽ മുഅല്ലിഫ്, അത് വെച്ച് നമുക്ക് തുടങ്ങാം. ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞതുപോലെ അത് വളരെ വിലപ്പെട്ട സുപ്രധാന വരികളാണ് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഷഹിദത് ലഹു ബിർറുബൂബിയ്യത്തി ജമീഉ മഖ്ലൂഖാതിഹി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ ഷഹിദത് ലഹു ബിർറുബൂബിയ്യത്തി ജമീഉ മഖ്ലൂഖാതിഹി, സർവ സൃഷ്ടികളും അവൻ്റെ റുബൂബിയ്യത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. وأقرت له بالعبودية جميع مصنوعاته.
അള്ളാഹുവിൻ്റെ സർവ്വ സൃഷ്ടിചരാചരങ്ങളും അവൻ്റെ ഉബൂദിയ്യത്തിനെയും അംഗീകരിച്ചിട്ടുണ്ട്. ഉബൂദിയ്യത്ത് 2 തരമുണ്ട് എന്നറിയാമല്ലോ. ഒന്ന് ഇജ്ബാരി അല്ലെങ്കിൽ ഇൽത്തിറാരി, നിർബന്ധമായിട്ട് പ്രകൃതിയുടെ ഭാഗമായി അള്ളാഹുവിൻ്റെ നിയമങ്ങളുടെ ഭാഗമായി അതിന് വിധേയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. നമ്മുടെ ജരാനരകളും അതേപോലെ ശരീരം ചുക്കിച്ചുളിയുന്നതും ഹൃദയമിടിപ്പ്, നാഡിമിടിപ്പ് തുടങ്ങി നമ്മുടെ ഇച്ഛകൾക്കും തീരുമാനങ്ങൾക്കും പങ്കില്ലാത്ത നിർബന്ധിതമായ വിധേയത്വം, കീഴ്പ്പെടൽ. രണ്ടാമത്തത് ഇഖ്തിയാരിയാണ്, അൽ ഉബൂദിയ്യത്തുൽ ഇഖ്തിയാരിയ. സ്വയം നമ്മൾ കീഴ്പ്പെടുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ള നിലയിൽ നമ്മൾ കീഴ്പ്പെടുന്ന അതാണ് പ്രശംസനീയം. മറ്റേത് ഇജ്ബാരിയാണ്, ഇഖ്തിയാരി അല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉബൂദിയ്യത്തിന് സർവ സൃഷ്ടികളും അത് നിർബന്ധിതമായോ സ്വമേധയാലോ അവൻ്റെ ഉബൂദിയ്യത്തിനെ അംഗീകരിക്കുന്നവരാണ്. വഅദ്ദത് ലഹു ഷഹാദത ജമീഉൽ കായിനാതി അന്നഹു അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ബിമാ ഔദഅഹ മിൻ ലതീഫി സുൻഇഹി വബദീഇ ആയാതി. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിജാലങ്ങളും, ജമീഉൽ കായിനാത്ത്, അവ എന്ത് ചെയ്യുന്നുണ്ട്? സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എന്തിന്? അന്നഹു അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ആരാധിക്കപ്പെടാൻ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നതിന് പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എല്ലാ സൃഷ്ടിജാലങ്ങളും സാക്ഷികളാണ്. എങ്ങനെയാണ് അവ സാക്ഷ്യം വഹിക്കുന്നത്? ബിമാ ഔദഅഹ മിൻ ലതീഫി സുൻഇഹി വബദീഇ ആയാതി. അള്ളാഹു ആ സൃഷ്ടിജാലങ്ങളിലെല്ലാം നിക്ഷേപിച്ചിട്ടുള്ള, വിന്യസിപ്പിച്ചിട്ടുള്ള അവൻ്റെ സൂക്ഷ്മമായ സൃഷ്ടിപ്പും അവൻ്റെ കൗതുകകരമായ, വിസ്മയകരമായ ദൃഷ്ടാന്തങ്ങളും. ഓരോ സൃഷ്ടിയെ സംബന്ധിച്ചും പഠിക്കുന്ന, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, ഏകത്വവും അവൻ്റെ ഖുദ്റത്തും നിഅമത്തുമെല്ലാം ബോധ്യപ്പെടുന്നതാണെന്നർത്ഥം. വസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അവനാകുന്നു പരമപരിശുദ്ധൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. വബിഹംദിഹി, അവന് ആകുന്നു സർവസ്തുതിയും. അദദ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തിൻ്റെ എത്ര കണ്ട് സൃഷ്ടിജാലങ്ങളുണ്ടോ, വളരെ സൂക്ഷ്മമായ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കൊറോണ വൈറസൊക്കെ പോലെയുള്ള നിസ്സാരമായ ജീവികൾ മുതൽ വലിയ വലിയ സൃഷ്ടികൾ വരെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടികൾ അള്ളാഹുവിൻ്റെതുണ്ട്. അസംഖ്യം, എണ്ണമറ്റ ആ സൃഷ്ടികളുടെ എണ്ണത്തിന് സമാനമായ, അതിനേക്കാൾ ഉപരി അള്ളാഹുവിനെ ഞാൻ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ഹദീസിൽ വന്നതുപോലെ തന്നെ അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി, അള്ളാഹുവിൻ്റെ തൃപ്തി എത്രയാണോ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച്, അവൻ്റെ അർശിൻ്റെ ഭാരത്തിനനുസരിച്ച്, അവൻ്റെ വചനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്, ആ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന മഷി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത്. കടലുകളെല്ലാം മഷിയായി എഴുതാനിരുന്നാൽ എന്ത് ചെയ്യും? മാ നഫിദത് കലിമാത്തുല്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ തീരുകയില്ല, അതിനു മുമ്പ് മഷി തീർന്നു പോകും. അത്രമാത്രം ബാഹുല്യമുള്ള, അധികമായ, ധാരാളമായ കമ്മിയത്താണ് അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ. അവ ഇത്രം, അതായത് ആ തസ്ബീഹിൻ്റെയും തഹ്മീദിൻ്റെയും വ്യാപ്തിയും വൈപുല്യവുമാണ് പറഞ്ഞത്.
അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. അപ്പോൾ ആ ദിക്റിന്റെ മഹത്വം നമുക്ക് അതിലൂടെ തന്നെ കാണാൻ കഴിയും. എത്രമാത്രമുണ്ട്. നമ്മൾ ആയിരക്കണക്കിന് തസ്ബീഹ്, ആയിരക്കണക്കിന് ഹംദ് എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾക്ക് കോലപ്പെടുത്താൻ കഴിയാത്ത, പടച്ചറബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയാൻ കഴിയുന്ന, നമുക്ക് ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത ഒരു കണക്കാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ഭാര്യമാരിൽ ഒരാളോട് പറഞ്ഞത്, രാവിലെ മുതൽ ളുഹാ സമയം വരെ ദിക്ർ ദുആകളിൽ തന്നെ ഇരുന്ന ആളോട്, നീ ഇത്രയും ദിക്റും ദുആയും ഒക്കെ ചൊല്ലിയതിന് സമാനമാണ് ഈ ദിക്ർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. അപ്പോൾ അത് രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറു സ്വബാഹി വൽ മസായിലുള്ളതാണ് എന്നതുകൂടി ഓർക്കുക. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ അഹദ് അസ്വമദ്, അവൻ തികച്ചും ഏകനാണ്, അദ്വിതീയനാണ്, വേറൊന്നുമില്ലാത്ത, എല്ലാ അർത്ഥത്തിലും ഏകനായവൻ, അതുല്യമായവൻ. അഹദ്, അദ്വിതീയൻ, വേറെ ഒന്നില്ലാത്ത, രണ്ടാമതൊന്നില്ലാത്തവൻ, അവനെ പോലെ. അസ്വമദ്, അവൻ എല്ലാവരുടെയും ആശ്രയവും അവനാകട്ടെ ആശ്രയം ആവശ്യമില്ലാത്തവനുമാണ്. അതാണ് അസ്വമദ്. അല്ലദീ ലാ ശരീക ലഹു ഫീ റുബൂബിയ്യതിഹി, സൃഷ്ടികളെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും അതിനെ ഉടമപ്പെടുത്തുന്നതിലും, അതാണ് റുബൂബിയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ആ റുബൂബിയത്തിൽ അവന് യാതൊരു പങ്കുകാരുമില്ല. വലാ ശബീഹ ലഹു ഫീ അഫ്ആലിഹി വലാ ഫീ സിഫാതിഹി വലാ ഫീ ദാതിഹി, അവന്റെ സത്തയിലോ അവന്റെ ഗുണവിശേഷണങ്ങളിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ അവനെ പോലെ തുല്യനായി ആരുമില്ല. വല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അദദ മാ അഹാത ബിഹി ഇൽമുഹു, അവന്റെ അറിവ് ഏതിനെയെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ അത്ര എണ്ണം. അത് നേരത്തെ പറഞ്ഞതുപോലെ ആ തക്ബീറിന്റെ വ്യാപ്തിയും അതിന്റെ വൈപുല്യവുമാണ് പറയുന്നത്. അള്ളാഹു അറിയാത്ത ഒന്നുമില്ലല്ലോ. ചെറുതും വലുതുമായ എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചും എല്ലാ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹുവിന്റെ അറിവിന്റെ അത്ര അള്ളാഹുവിനെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്നർത്ഥം. ജറാബിഹി ഖലമു, അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ പേന സഞ്ചരിച്ച അഥവാ വിധി എല്ലാ സൃഷ്ടികളും, അള്ളാഹ് അല്ലാത്ത എല്ലാറ്റിൻ്റെയും മേൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഉണ്ട്. അപ്പോൾ അവന്റെ സൃഷ്ടിജാലങ്ങളുടെ ആ വൈപുല്യം. വനഫദ ഫീഹി ഹുക്മുഹു മിൻ ജമീഇ ബരിയാതി, അവന്റെ വിധി നടപ്പിലാകുന്ന അവന്റെ സർവ്വ സൃഷ്ടികളുടെയും അത്ര എണ്ണം ഞാൻ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? തക്ബീർ ചെയ്യുന്നു. അതാണ് അല്ലാഹു അക്ബർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശേഷിയുമില്ല. ഗുണം നേടിത്തരാൻ, അതേപോലെ പ്രയാസങ്ങളുടെ അവസ്ഥ ഒന്നും മാറ്റി അവസ്ഥ മാറ്റാനും ഗുണം കൊണ്ടുവന്നു തരാനുമൊക്കെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തഫ്വീള അബ്ദിൻ ലാ യംലികു ലിനഫ്സിഹി ലർറൻ വലാ നഫ്അൻ വലാ മൗത, ഒരു നിസ്സാരനായ അടിമയുടെ തഫ്വീളാണ്. അതായത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ദൗർബല്യത്തെയും അശക്തതയെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരടിമ നടത്തുന്ന അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുന്ന ഒരു പ്രകീർത്തനം. അടിമയെ സംബന്ധിച്ച് ലാ യംലികു ലിനഫ്സിഹി ലർറൻ വലാ നഫ്അൻ വലാ മൗത വലാ ഹയാതൻ വലാ നശൂറ, ഒന്നും ഈ പറഞ്ഞ ഒന്നും ഉടമപ്പെടുത്താൻ കഴിവില്ലാത്ത അശക്തനാണ് ഞാൻ. ബൽ ഹുവ ബില്ലാഹി വ ഇലല്ലാഹി ഫീ മബാദിഇ അംരിഹി വ നിഹായാതിഹി, മറിച്ച് ജീവിതത്തിലോ മരണത്തിലോ ഉടമപ്പെടുത്താൻ കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്താത്ത ആ അടിമ, അവനെ കൊണ്ടാണ് അവന്റെ സൃഷ്ടിപ്പ്,
അതായത് അവനുണ്ടായത് അള്ളാഹുവിൻ്റെ തീരുമാനവും സൃഷ്ടിപ്പും അനുസരിച്ചാണ്. വ ഇലല്ലാഹി, ഇനി അള്ളാഹുവിലേക്കാണ് അവൻ്റെ മടക്കവും. അപ്പൊ അവൻ്റെ തുടക്കവും ഒടുക്കവും അള്ളാഹുവിനെ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിനനുസരിച്ച. വ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവന് യാതൊരു പങ്കാളിയുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വല സ്വാഹിബത ലഹു വല വലദ ലഹു വല കുഫുവ ലഹു, അവന് ഇണയില്ല, സന്താനമില്ല, അവനെ തുല്യനായി ആരുമില്ല. അല്ലദീ ഹുവ കമാ അസ്ന അലാ നഫ്സിഹി, അള്ളാഹു അവനെ എങ്ങനെയാണോ പ്രശംസിച്ചത്, പുകഴ്ത്തിയത്, അതുപോലെ. വഫൗഖ മാ യുസ്നി അലൈഹി അഹദുൻ മിൻ ജമീഇ ബരിയാതി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏതൊരാളും അവനെ എങ്ങനെ പ്രശംസിക്കുന്നുവോ പുകഴ്ത്തുന്നുവോ അതിനേക്കാളൊക്കെ ഉപരി അള്ളാഹു അവനെ എങ്ങനെയാണോ പുകഴ്ത്തിയത്, പ്രശംസിച്ചത്, അതുപോലെ പ്രശംസിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സനാ ആണ് വാസ്തവത്തിൽ ഈ ഒരു പാരഗ്രാഫിലുള്ളത്. നമ്മുടെ അശക്തതയും അള്ളാഹുവിൻ്റെ ഔന്നത്യവും ഉണർത്തിക്കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അവിടെ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞ ഷർഹ് നിങ്ങളൊന്ന് നോക്കുക. അതില് ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, സ്വാനി എന്ന പേര് അസ്മാ ഉൽ ഹുസ്നയിൽ വന്നതല്ല, എന്നാലും ഷെയ്ഖ് ഉസൈമീൻ അവിടെ പറഞ്ഞു ബൽ യുഖ്ബറു ബിഹി അൻഹു, അസ്മാ ഉൽ ഹുസ്നയിൽ വരാത്ത ഒരു കാര്യവും അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല എന്നല്ല. നമുക്ക് ഒരു ഖബറായിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അങ്ങനെ ചിലപ്പോൾ പറയേണ്ടി വരും. പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇൽമുൽ കലാമിന്റെ ആളുകൾ പറയുന്നത് പോലെ എപ്പോഴും സ്വാനി എന്ന് പറയലല്ല ശരി. ആ സ്ഥാനത്ത് പ്രമാണങ്ങളിൽ വന്ന ഖാലിഖ് എന്ന പ്രയോഗമാണ് ഏറ്റവും നല്ലത്. അപ്പോ സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു ചർച്ചയും ചില ആളുകൾ വിവാദമാക്കുകയൊക്കെ ചെയ്യുന്ന സംഗതിയാണ്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പേരുകൾ തന്നെ, അതും ആ പേരുകൾ പോലും മറ്റൊരു ഭാഷയിൽ പരിഭാഷപ്പെടുത്താതെ അങ്ങനെ തന്നെ പറയണം. അള്ളാഹു എന്ന് പറയുന്നത് പോലെ ഖാലിഖ്, റാസിഖ്, റബ്ബ്, അതിൻ്റെ പരിഭാഷയായി പടച്ചവൻ, സൃഷ്ടാവ്, ഉപജീവനം നൽകുന്നവൻ, അന്നദാതാവ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് ഇൽഹാദാണ് എന്നൊക്കെ പറയുന്ന അബദ്ധജടിലമായ ചില വർത്തമാനങ്ങളുണ്ട്. അത് വാസ്തവത്തിൽ ശരിയല്ല എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത് വളരെ അർത്ഥവത്തായ ഒരു ദിക്റിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. യാതൊരുവിധ ന്യൂനതയുമില്ലാത്ത അന്യൂനനാണ് എൻ്റെ റബ്ബ് എന്ന് അള്ളാഹുവിന് വാഴ്ത്തലാണ്. വബിഹംദിഹി, അവനാകുന്നു സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പൂർണ്ണതയെ, കമാലിയത്തിനെ പുകഴ്ത്തുകയാണ്. അപ്പൊ അള്ളാഹുവിൽ യാതൊരു ന്യൂനതയും ഇല്ല എന്ന് ന്യൂനതയെ നിഷേധിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കമാലിയത്ത്, അവൻ്റെ പൂർണ്ണതയെയും അവൻ്റെ മഹത്വത്തെയും പ്രകീർത്തിക്കലാണ് ഹംദിലൂടെ. അതാണ് തസ്ബീഹും തഹ്മീദും സമന്വയിച്ചു വരുമ്പോൾ വരുന്ന ഒരു പ്രത്യേകത. പിന്നെ അള്ളാഹുവിനെ പോലെ ആരുമില്ല, അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫത്തിലും അഫ്ആലിലുമൊക്കെ. അവിടെ ഷെയ്ഖ് ഉസൈമീൻ പറയുന്ന ഒരു കാര്യം, തശ്ബീഹ് നഫി ചെയ്യുന്നതിനേക്കാൾ തംസീല് നഫി ചെയ്യലാണ് പ്രമാണങ്ങളിൽ വന്ന രീതി. 2-3 കാരണങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന് സനാ ചെയ്തുകൊണ്ടുള്ള ആദ്യ ഭാഗമാണ് മുഖദ്ദിമയിൽ നമ്മൾ കേട്ടത്. ഇൻഷാ അള്ളാഹ് തുടർഭാഗം അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദീകരിക്കാം. പടച്ച റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ ഇത് പഠിക്കാനും ആ പഠിച്ചത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി സന്തോഷത്തോടെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.